വെള്ളം എന്ന വസ്തുവിനോട് വളരെ കുട്ടിക്കാലത്ത് എനിക്ക് അങ്ങനെ വലിയ ബഹുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം സ്വാഭാവികമാണല്ലോ. ആരെങ്കിലും ഇപ്പോൾ വെള്ളത്തെ ബഹുമാനിക്കും? ഭാരതപ്പുഴ അങ്ങനെ നിറ കവിഞ്ഞ് ഒഴുകണു പട്ടാമ്പിൽ. പുഴ അങ്ങോട്ട് നിറ കവിഞ്ഞാൽ അവിടുത്തെ പാടങ്ങൾ മുഴുവൻ മൂടും. ഞങ്ങൾക്ക് കുറച്ച് കൃഷി ഉണ്ടായിരുന്നു, അതും മൂടും. എല്ലാ കിണറിലും നിറ വെള്ളം, കുളത്തില് വെള്ളം, പുഴയിൽ വേനൽക്കാലത്തും പോയിട്ട് കുളിക്കാം, വർഷക്കാലത്ത് മാത്രമല്ല. വെള്ളമല്ലല്ലോ തൂത്ത് കളയാന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് ശരി, അപ്പൊ വെള്ളം തൂത്ത് കളയാല്ലേ? വെള്ളമല്ലല്ലോ തൂത്ത് കളയാന്ന്. വെള്ളത്തിനൊരു വലിയും ഇല്ലായിരുന്നു. പക്ഷെ ക്രമേണ വായനാശീലത്തിന് മാറ്റം വന്നു. വാട്ടർ മെമ്മറി തിയറി, വെള്ളത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് എത്ര ആദരവ് അറിയിക്കുന്നതാണ് വെള്ളം എന്ന് മനസ്സിലാക്കുന്നത്. സകല ജീവജാലങ്ങളിൽ നിലനിർത്തുന്നത് ജലമാണ്. പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാത്തിനും പ്രാധാന്യമുണ്ട്, ആ പ്രധാനപ്പെട്ട ഭൂതമാണ് ജലം എന്ന്. സകല ജീവജാലങ്ങളും വെള്ളത്തിൽ കഴിയുന്നു. ഗർഭസ്ഥ ശിശു വെള്ളത്തിലാണ് കിടക്കുന്നത്. പ്രളയജലത്തിലാണ് വിഷ്ണു കിടന്നിരുന്നത് എന്ന് നമ്മളുടെ പുരാണങ്ങൾ പറയും. ഈ വെള്ളം നമ്മുടെ ശരീരത്തില് 80% വെള്ളമാണ്. അതിനെ രക്തം എന്നുള്ള പേരിലാണ് നമ്മൾ അറിയണമെന്നുള്ളൂ. നമ്മുടെ ശരീരത്തിൽ എത്ര ശതമാനം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഭൂഖണ്ഡത്തിൽ എത്ര സമുദ്രം ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഭൂരിപക്ഷവും സ്ഥലം സമുദ്രത്തിൻ്റെതല്ലേ. ഈ ജലത്തിന്റെ പ്രത്യേകത ഏതൊന്നിനോട് ചേർന്നാലും അതായിട്ട് മാറും. നാരങ്ങ നീരിനോട് ചേർന്നാൽ നാരങ്ങ, മദ്യത്തിനോട് ചേർന്നാൽ മദ്യം. ഏതൊന്നിനോട് ചേരുമ്പോൾ അതാവുമ്പോൾ ഒരു കാര്യം, അതിന് മെമ്മറി, ഓർമ്മശക്തി വളരെ കൂടുതൽ ആണ്. ആരുമായിട്ടാണ് നിങ്ങളുടെ പരിചയം? സത്സംഗം ആരുമായിട്ടാണ്? വെള്ളം മലിനജലമായിട്ട് ചേരുമ്പോൾ ഈ ശുദ്ധജലവും മലിനാവില്ലേ? ശുദ്ധജലം മലിനജലവുമായിട്ട് ചേരുമ്പോൾ ശുദ്ധജലം മലിനമാകുമെങ്കിൽ നമ്മുടെ സുഹൃത്ത് ആരാണ്? അദ്ദേഹത്തിന്റെ രക്തത്തിലുള്ളത് മലിനജലമാണോ? ആണെങ്കിൽ നമ്മളെ ബാധിക്കില്ലേ? കൂട്ടുകെട്ട് നശിപ്പിക്കും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ജലതത്വവും അവരിലുള്ള ജലതത്വവും. മുഴുവൻ നെഗറ്റീവായ വ്യക്തികളുണ്ട്. അവരായിട്ട് സംസാരിച്ചാൽ നമ്മൾ അസ്വസ്ഥരാകും. അവര് മുഴുവൻ നെഗറ്റീവാണ്. പറയുന്നത് മുഴുവൻ നാട്ടുകാരെ കുറ്റം. ഒരു തലയ്ക്ക് ഈ ലോകത്ത് ആരും നല്ലവരില്ല എന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞ് അവര് ബോധം കെടും. കുറ്റം പറഞ്ഞ് അവര് ബോധം കെടും. നമ്മളെ ബോധം കെടുത്തും ചെയ്യും. വെള്ളം എല്ലാം കേൾക്കുന്നു. വീടിന്റെ അടുത്ത് ശുദ്ധജല തടാകം ഉണ്ടാകണം, കിണർ ഉണ്ടാകണം, കുളം ഉണ്ടാകണം. ആ കുളം വീടിനടുത്തുണ്ടെങ്കിലേ നമുക്ക് കാരുണ്യം എന്ന ഗുണം ഉണ്ടാവുകയുള്ളൂ. വെള്ളമെടുത്ത്
ആ വെള്ളത്തിനോടൊരു കാര്യം പറഞ്ഞാൽ വെള്ളം അതായി മാറും. അതാണ് വെള്ളത്തിൽ ജപിച്ചു കൊടുത്തു എന്നൊക്കെ പറയാറുണ്ട്. വെള്ളത്തിൽ ജപിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ വെള്ളം അതായിട്ട് മാറും. ആ വെള്ളം അതായിട്ട് മാറുമ്പോ വീട്ടിലുള്ള വെള്ളത്തിന് വരെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാം പറയുന്നതൊക്കെ വെള്ളം കേൾക്കുന്നുണ്ട്. വീടിനകത്ത് വെള്ളമുണ്ട്. ഭാര്യയും ഭർത്താവും മക്കളും ചേർന്ന ജീവിതം. കലഹം മാത്രം ബാക്കി. പരസ്പരം കുറ്റം പറയണു, അധിക്ഷേപിച്ച വാക്കുകൾ പറയണു. ഇത് മുഴുവൻ വെള്ളം കേൾക്കും. നമ്മൾ ഒരാളെ അധിക്ഷേപിക്കുമ്പോ കാതിലൂടെ കേട്ട സ്മരണയേക്കാൾ പ്രധാനമാണ് അയാളുടെ ശരീരത്തിലെ രക്തം, ജലാംശം അത് കേൾക്കും. വെള്ളത്തിനെ നമ്മൾ മലിനപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്നു. ചിലവര് നല്ല ശുദ്ധജലം മേശപ്പുറത്ത് വെക്കും. ആ ശുദ്ധജലം മേശപ്പുറത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, നാമജപോ മന്ത്രജപോ അല്ലല്ലോ നമ്മൾ പതിവ്. അവിടെ നിന്ന് പറയുന്ന വർത്തമാനങ്ങൾ ശ്രദ്ധിക്കണം. അടുക്കളയിൽ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുമ്പോൾ ശ്രദ്ധിക്കണം, ജലം കേൾക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് സ്മരിക്കേണ്ടത് ആവശ്യം ആണ്. ഈ ജലതത്വത്തിനെ മലിനപ്പെടുത്തുന്ന പാനീയങ്ങൾ ധാരാളം ഉണ്ട്. ഒരു സദ്യക്ക് പോയാൽ കിട്ടുന്നതിന് പല പേരിലും അറിയപ്പെടുന്ന വസ്തുക്കളൊക്കെ ആ ജലത്തിന്റെ മൗലികമായ തത്വത്തെ മാറ്റിയത് ആണ്. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരാള് വേറൊരാളെ കൈ കൊടുക്കണം. 10 പേര് കൈമാറി വരുമ്പോ ഗ്ലാസ്സിലെ വെള്ളം അവിടെ ഇരിക്കുകയാണ്. പക്ഷെ വെള്ളത്തിന് വ്യത്യാസം ഉണ്ടാകുന്നു എന്ന് ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നു. ഈ ജലതത്വം എന്ന് പറയുന്നത്, ജലദേവത എന്ന് പറയുന്നത്, നമ്മുടെ ഭൂമിയുടെ അടിയിൽ കൂടെ പോകുന്ന ജലം, ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക മാത്രമാണ് ഇന്ന് ധന്യമേ ജീവൻ ചെയ്തത്. നമസ്കാരം.